അങ്ങനെ ഇന്ന് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. വെക്കേഷൻ്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ എൻ്റെ കസിൻസും വൈഫിൻ്റെ കസിൻസും കൂടെ വീട്ടിൽ നല്ലൊരു കിടിലം പാർട്ടി പരിപാടിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് രാത്രി 2:30ക്ക് എല്ലാവർക്കും ഒരു കോഫി കുടിക്കാൻ എന്നുള്ള ആഗ്രഹം വന്നത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, എല്ലാത്തിനെയും കാറിലേക്ക് എടുത്തിട്ടിട്ട് നമ്മൾ നേരെ വിട്ടു. 2:30ക്ക് എവിടെ കോഫി കിട്ടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മളെ ജിയോൻ്റെ പമ്പ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും, അവിടെ എപ്പോഴും കോഫി ഉണ്ടാകും എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വിട്ടു. രാത്രി 2:30ക്കൊക്കെ വേറെ എവിടെയും കോഫി കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ ജിയോൻ്റെ പമ്പിലേക്ക് വിട്ടു. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. അങ്ങനെ നമ്മൾ നേരെ കയറിയിട്ടോ. അവിടെ നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കിട്ടും, പിന്നെ നല്ല കിഡിലിനൊരു ബ്രൗണിയും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. അപ്പം എല്ലാവരും നല്ല വൈബിലാണ്. രാത്രി 2:30 ആണെങ്കിൽ ആർക്കും ഒരു ക്ഷീണവുമില്ല, എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം വെച്ചാൽ വെക്കേഷൻ്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തെല്ലാവരും പഠിക്കാനിറങ്ങുന്ന കോളേജിലേക്കൊക്കെ പോകുന്ന തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിലാണ് പുറത്തിറങ്ങിയത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു, ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളി കഫേ കേട്ടോ, ജിയോൻ്റെ പമ്പിൻ്റെ ഉള്ളിൽ നല്ല കിഡിലനായിട്ടുള്ളൊരു കഫേ. അതിൽ നല്ല കിഡിലൻ മെനു തന്നെ അവർ നല്ല ഫിൽറ്റർ കോഫി എല്ലാ ടൈപ്പ് സാധനം കൊടുക്കുന്നുണ്ട്. അത് എപ്പോൾ വന്നാലും അവിടെ ആളുണ്ടാവും. 2:30ക്കൊക്കെ അടുത്ത് വേറെ എവിടെയും ഒരു ചായക്കോ കോഫിക്കോ വേണ്ടി തുറക്കുന്ന ഒരു ഷോപ്പ് ഞാൻ കണ്ടില്ല. അപ്പം ഞാനും എൻ്റെ വൈഫും കുറച്ച് വീഡിയോക്കും ഫോട്ടോയ്ക്കും ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് സെറ്റായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും കോഫി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഓരോ ജ്യൂസൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. എല്ലാ സാധനവും എടുത്ത് ടേസ്റ്റ് നോക്കുന്നുണ്ട് എല്ലാവരും. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കുറച്ച് പേര്, എല്ലാവരും ഓരോരോ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വൈഫ് വന്ന് 2-3 പോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഫി എത്തിയിട്ടോ, നല്ല ഫിൽറ്റർ കോഫി. അതിലേക്ക് നല്ല ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ എടുത്ത് അങ്ങനെ എല്ലതും സെറ്റാക്കി ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് അതിലിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ട് മധുരം എത്രത്തോളം വേണ്ടത് അത്രത്തോളം നമ്മൾ ഇടുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ മുഴുവനായിട്ടൊന്ന് സെർച്ച് ചെയ്തു, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്കി. അങ്ങനെ നല്ല കിഡിലം ബ്രൗണി കിട്ടിയിട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ബ്രൗണി. വലിയ കോസ്റ്റ് ഇല്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. 20 രൂപയ്ക്കാണ് ഒരു പാക്കറ്റ് ബ്രൗണി അവിടെ കിട്ടുന്നത്. നല്ല കിടിലൻ സാധനം കേട്ടോ. പിന്നെ കോഫിക്ക് പ്രീമിയം ആയതുകൊണ്ട് തന്നെ 10-75 രൂപ റേറ്റ് വരുന്നുണ്ട് ഒരു കോഫിക്ക്. അത്യാവശ്യം നല്ല അടിപൊളി ഫിൽറ്റർ കോഫി കേട്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട റേറ്റാണ്. അപ്പോൾ എല്ലാവരും മധുരം ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സൗദിക്കാരുടെ കോള അത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടോ. സമയം 2:23 ആയിട്ടുണ്ട്. അപ്പം നമ്മളതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്ര മണിക്ക് അവിടെ ഇറങ്ങിയെന്ന്. അപ്പം സൗദി കോള ഇതാണ്, നമ്മളെ കൊക്കക്കോളയെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് സൗദിക്കാരിറക്കിയ സാധനമാണ് കേട്ടത്. അതൊരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ, കിടിലൻ ഐറ്റം തന്നെയാണ്. നല്ല ഷുഗർലെസ് സാധനമാണെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആ സാധനം കഴിക്കുന്നത്. അത് നമ്മളെ നോർമൽ ഷോപ്പിലൊന്നും ഇവിടെ കിട്ടാനില്ല, പക്ഷേ ജിയോൻ്റെ പമ്പിൽ സാധനമുണ്ട്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ എല്ലാവരും ആ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലൻ കോഫി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂട്ടത്തിൽ നല്ല കിടിലൻ ബ്രൗണിയും. അപ്പോൾ നമ്മൾ എല്ലാവരും നൈസായിട്ടിരുന്ന് കഴിച്ചു. അങ്ങനെ നമുക്ക് അടുത്തത് ഫോട്ടോ സെക്ഷനാണ്. നമ്മളെല്ലാവരും കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്ത് ഈ വെക്കേഷൻ നമ്മൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചു. എല്ലാ തിരക്കും ഇനി തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ആ ലാസ്റ്റ് നൈറ്റ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഒരു കടലുണ്ടി പാലത്തിലേക്കാട്ടോ. ആ ഒരു കടലുണ്ടി പാലത്തിൽ നമ്മൾ നൈറ്റ് ഒരു 3-3:30 വരെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നല്ല അടിപൊളി വൈബിൽ വീട്ടിൽ വന്നിട്ട് കിടന്നുറങ്ങി. അടിപൊളിയായിരുന്നു, നൈസ്.